സുഹൃത്തുക്കളെ, യൂണിവേഴ്സ് ലൈറ്റിന്റെ മറ്റൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വിച്ച് വേഡ് സംസാരിക്കുന്നത് പ്രസക്തമായ നിങ്ങളുടെ ജീവിതത്തിലെ പ്രണയത്തെ ആകർഷിക്കുന്നതിനുള്ള കാമദേവ വശീകരണ മന്ത്രത്തെപ്പറ്റിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുതന്നെ പലരും ഉപയോഗിച്ചു വരുന്ന ഈ മഹാമന്ത്രത്തെപ്പറ്റി പലർക്കും അറിവുള്ളതാണ്. വളരെ ശക്തിയേറിയ ഈ മന്ത്രം ഞങ്ങളുടെ ചാനൽ സ്വിച്ച് വേഡുകൾ അല്ലെങ്കിൽ മന്ത്രജപങ്ങൾ പറഞ്ഞു തരുന്ന വിഷയത്തിൽ ശ്രദ്ധ പുലർത്തുന്നതുകൊണ്ട് ഈ ചാനലിൽ ഈ മഹാമന്ത്രവും പരിചയപ്പെടുത്തുന്നു. ഈ ചാനലിൽ മുൻപുള്ള പല വീഡിയോസിലും ആകർഷണത്തിന് വേണ്ടിയും പ്രണയത്തിന് വേണ്ടിയും സ്വിച്ച് വേഡുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട പ്രണയം അല്ലെങ്കിൽ ആകർഷണം എന്ത് തന്നെ ആയാലും വിശ്വാസത്തോട് പറഞ്ഞ രീതിയിൽ ജപിച്ചവർക്ക് നേട്ടം ഉണ്ടാവുന്നത് തന്നെയാണ്. എങ്കിലും സത്യസന്ധമായ സ്നേഹത്തിനും ആഗ്രഹങ്ങൾക്കും നിങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾ ഉപദേശിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ പ്രാധാന്യത്തിലേക്ക് പോകാം. കാമദേവൻ ലൈംഗികതയുടെയും പ്രണയത്തിന്റെയും ആഗ്രഹങ്ങളുടെയും ദേവനാണ്. സ്നേഹത്തിന്റെ ദൈവം, പ്രണയത്തിന്റെ ദൈവം എന്ന് പലപ്പോഴും വിളിക്കപ്പെടുന്ന കാമദേവൻ ഹിന്ദു പുരാണങ്ങളിലെ ഒരു ദേവനാണ്. കരിമ്പുകൊണ്ട് നിർമ്മിച്ച വില്ലും പൂക്കളാൽ അലങ്കരിച്ച അമ്പുകളും ഉള്ള ഒരു സുന്ദരനായ വ്യക്തിയായി അദ്ദേഹത്തെ പലപ്പോഴും ചിത്രീകരിക്കുന്നു. വ്യക്തികളുടെ ഹൃദയങ്ങളിൽ സ്നേഹവും അഭിനിവേശവും പ്രചോദിപ്പിക്കുക, ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവരെ സഹായിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പങ്ക്. കാമദേവ വശീകരൻ മന്ത്രം ചൊല്ലുന്നത് പ്രണയാഭിലാഷങ്ങൾ നിറവേറ്റുന്നതിനും ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതിനുമാണ്. കാമദേവ വശീകരണ വിധി നടപ്പിലാക്കുന്നതിലൂടെ പ്രിയപ്പെട്ടവരെ ആകർഷിക്കുക, തന്റെ പ്രിയപ്പെട്ടവരെ ഒരു പ്രണയബന്ധത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുന്നു. ഹിന്ദുമതത്തിൽ സ്നേഹവും ആഗ്രഹവും ഉണർത്താനുള്ള കഴിവ് കൊണ്ടാണ് കാമദേവനെ ബഹുമാനിക്കുന്നത്. പ്രണയബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ ഒരു ജനപ്രിയ വ്യക്തിയാക്കുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹങ്ങൾ തേടുകയും നിങ്ങളുടെ പങ്കാളിയെ ആകർഷിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. കാമദേവ മന്ത്രത്തിന്റെ പ്രാധാന്യം എന്തെന്നാൽ ആഗ്രഹിച്ച പെൺകുട്ടിയെ ആകർഷിക്കുന്നതിനുള്ള കാമദേവ മന്ത്രം വെറും ജപിക്കുന്ന വാക്കുകളേക്കാൾ കൂടുതലാണ്. സ്നേഹവും ആകർഷണവുമായി ബന്ധപ്പെട്ട ദിവ്യശക്തികളുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ആത്മീയ പരിശീലനമാണ്. ഈ മന്ത്രത്തിന്റെ നേട്ടങ്ങളാണ് ഇനി പറയുന്നത്. പ്രപഞ്ചത്തിലേക്ക് നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ വ്യക്തമായി പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമമായി മന്ത്രം പ്രവർത്തിക്കുന്നു. ഈ മന്ത്രത്തിലൂടെ നിങ്ങളുടെ ചിന്തകളും ഊർജ്ജങ്ങളും കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ആകർഷിക്കാൻ കഴിയും. കാമദേവ മന്ത്രം പതിവായി ജപിക്കുന്നത് നിങ്ങളുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുകയും മറ്റുള്ളവർ കൂടുതൽ ആയി നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യും. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം മെച്ചപ്പെടുത്തുകയും നിങ്ങൾക്ക് ചുറ്റും ഒരു കാന്തിക പ്രഭാവലയം സൃഷ്ടിക്കുകയും ചെയ്യും. കൂടുതലായി പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയ ജീവിതത്തിന്റെ തടസ്സങ്ങൾ നീക്കം ചെയ്യാൻ മന്ത്രം സഹായിക്കുന്നു. ഇത് നെഗറ്റീവ് ഊർജ്ജങ്ങളെ ഇല്ലാതാക്കുകയും സ്നേഹം തഴച്ചുവളരുന്നതിനുള്ള ഒരു പോസിറ്റീവ് അന്തരീക്ഷം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. മുൻപുള്ള നിങ്ങളുടെ പ്രണയ ജീവിതത്തിലെ മുറിവുകൾ ഉണക്കി ഇത് നിങ്ങളുടെ ഹൃദയത്തെ പുതിയ സാധ്യതകളിലേക്ക് തുറക്കാൻ സഹായിക്കും. മന്ത്രത്തിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വെള്ളിയാഴ്ച ഒരു മുല്ലപ്പൂ പേന ഉപയോഗിച്ച് ഭോജപത്രത്തിൽ മന്ത്രം എഴുതാൻ നിർദ്ദേശിക്കുന്നു. മന്ത്രം ഒരു ലോഹ ഷീറ്റിൽ കൊത്തി ഒരു ശുഭകരമായ സ്ഥലത്ത് സ്ഥാപിക്കാനും കഴിയും. മന്ത്രം ജപിക്കുമ്പോൾ ഒരു നെയ്യ് വിളക്ക് കത്തിച്ച് ധൂപം ചൊല്ലി ശുക്രഗ്രഹ വിഗ്രഹത്തിന്റെ പാദങ്ങളിൽ പൂക്കൾ അർപ്പിക്കൂ. ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ കൂടുതൽ 21 ദിവസമെങ്കിലും 108 തവണ ഒരേ സമയം ജപിക്കുക. നിങ്ങൾ വളരെ കാലം അവിവാഹിതനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആ എനർജി ആണ് നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് സഹായിക്കുന്നത് എന്ന് മനസ്സിലാകുന്ന എല്ലാ പ്രിയമുള്ളവരും ജാതി, മതം, വർഗം എന്ന ചിന്തകൾ ഇല്ലാതെ സ്വിച്ച് വേഡുകൾ ജപിക്കൂ. ഞങ്ങളുടെ ചാനൽ ജീവിതത്തിൽ പ്രയോജനകരം എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. വിശ്വസിക്കുക, ജപിക്കുക, നേടുക, അതാണ് ഈ ചാനലിന്റെ വിഷയം. സ്നേഹമന്ത്രങ്ങൾ, അതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരും ജപിക്കുക. വിശ്വസിക്കുന്ന ആർക്കും ജപിക്കാവുന്ന സ്വിച്ച്